നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കേരളത്തിൽ ഇടത് സർക്കാരിന് തുടർഭരണം ഉറപ്പ് തടയാൻ കോൺഗ്രസിന് കഴിവില്ല. മണിശങ്കർ അയ്യർ. എല്ലാ കക്ഷികളും വാദങ്ങൾ എഴുതി നൽകണം. ശബരിമല യുവ തീവ്ര പ്രശ്നത്തിൽ 9 അംഗ ബെഞ്ച്. മലയോര ഹൈവേയിൽ മലിംഗ് സോമൻ ഓടാനെത്തുന്നു. ഹിൽ ഹൈവേ റൺ ഫെബ്രുവരി 22 രജിസ്ട്രേഷൻ ആരംഭിച്ചു. ആലിംഷോറിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി എത്തി കുടുംബങ്ങളെ സന്ദർശിച്ചു. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഓട്ടോ തകർത്തു. സ്വരാജ് ട്രോഫി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാനത്ത് 2ാം സ്ഥാനം. KC വേണുഗോപാൽ റൌഡി നേതൃപദവിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല. മണിശങ്കർ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ശബരിമല യുവതി പ്രവേശനത്തിൽ സുപ്രീം കോടതി 9 അംഗ ബെഞ്ച് രൂപീകരിച്ചു. ഏപ്രിൽ 7 മുതൽ വാദം തുടങ്ങും. 22 വരെയാണ് വാദം. സംസ്ഥാന സർക്കാർ അടക്കമുള്ള എല്ലാ കക്ഷികളും മാർച്ച് 14 മറുപടി എഴുതി നൽകണം. കേസ് ഏറ്റവും വിശാലമായി കേൾക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. കേന്ദ്ര സർക്കാർ റിവ്യൂ ഹർജികളെ പിന്തുണയ്ക്കും. അമിസ്ക്യൂറിയായി K. പരമേശ്വരനെ നിയമിച്ചു. യുവതികൾക്ക് പ്രവേശനം അനുവദിക്കുന്ന വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികളാണ് പരിഗണിച്ചത്. 2019 കേസ് അവസാനം പരിഗണിച്ചത്. അന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഉണ്ടായിരുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് ഇന്ന് കോടതിയിലുള്ളത്. 2018 യുവതി പ്രവേശന വിധി. കേരളത്തിൽ ഇടത് സർക്കാരിന് തുടർഭരണം ലഭിക്കുമെന്ന് ആവർത്തിച്ച് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന് അത് തടയാനുള്ള കഴിവില്ല. താൻ അടിയുറച്ച് കോൺഗ്രസ്സുകാരനാണ്. മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനും ഇപ്പോൾ ആലോചനയില്ലെന്നും മണിശങ്കർ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് MP ശശി തരൂരിനെ മണിശങ്കർ രൂക്ഷമായി വിമർശിച്ചു. മോദിയുടെ മന്ത്രിയാകാനാണ് ശശി തരൂർ ശ്രമിക്കുന്നത്. തരൂർ ഏറ്റവും വലിയ കരിയറിസ്റ്റാണ്. UPA സർക്കാരിൻ്റെ മന്ത്രിയായിരുന്ന തരൂർ ഇപ്പോൾ മോദിയെ പുകഴ്ത്തുന്നു. ശശി തരൂരിനോളം തത്വദീക്ഷയില്ലാത്ത ഒരു നേതാവിനെ കണ്ടിട്ടില്ല. കോൺഗ്രസ് സർക്കാർ വിദേശകാര്യ മന്ത്രിയാക്കാത്തതിനാൽ മോദി സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മണിശങ്കർ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രകീർത്തിച്ചു. രാജീവ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു കോൺഗ്രസ്സുകാരനായിരിക്കുമ്പോൾ കേരളത്തിൽ UDF വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു ഗാന്ധിയൻ കൂടിയായതിനാൽ എനിക്ക് സത്യം പറഞ്ഞേ മതിയാകൂ. കേരളത്തിൽ LDF ഭരണത്തിൽ തുടരും. പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകും, മണിശങ്കർ അയ്യർ പറഞ്ഞു. കേരളത്തിൻ്റെ 75 വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് ഭരിക്കുന്ന പാർട്ടിയെ മാറ്റി പ്രതിപക്ഷം ഭരണത്തിലെത്താതിരിക്കുന്നത്. കോൺഗ്രസ്സിന് 5 വർഷം കഴിഞ്ഞപ്പോൾ അധികാരത്തിലേക്ക് തിരികെ എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇടതു സർക്കാരിനെ പരാജയപ്പെടുത്താനുള്ള കഴിവ് കോൺഗ്രസ്സിന് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനെന്ന് മണിശങ്കർ കൂട്ടിച്ചേർത്തു. എല്ലാ പാർട്ടികളിലും അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അവയൊന്നും പൊതുജന മധ്യത്തിലേക്ക് എത്തുന്നില്ല. അതേസമയം കോൺഗ്രസ്സിനുള്ളിലെ പടല പിണക്കങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രകടമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരിക്കലും സതീശനെ നിർദ്ദേശിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ വിതരണം 25 മുതൽ 1050 കോടി രൂപ അനുവദിച്ചു. ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 25 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 2000 രൂപ വീതം പെൻഷൻ ലഭിക്കുക. 22.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴി വിതരണം ചെയ്യും. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇത് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രവിഹിത ഇനത്തിലുള്ള 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ ഇതും പലപ്പോഴും വൈകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സർക്കാർ ഇതുവരെ 49,433.83 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത്. ഒന്നാം പിണറായി സർക്കാർ 35,154 കോടി രൂപ പെൻഷൻകാർക്ക് ലഭ്യമാക്കി. 2011-16 ചുമതലയുണ്ടായിരുന്ന UDF സർക്കാർ 9,011 കോടി രൂപയാണ് നൽകിയത്. UDF സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ 1-2 പിണറായി സർക്കാരുകൾ ഘട്ടം ഘട്ടമായി 2000 രൂപയായി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ പ്രതിമാസം 1050 കോടിയോളം രൂപയാണ് പെൻഷനായി നൽകുന്നത്. ഇത് ഒരു കുടിശ്ശികയുമില്ലാതെ അതാത് മാസം തന്നെ വിതരണം ചെയ്യുന്നു. നിലവിൽ ഒരു വർഷം
ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിവരുന്നത് 14,500 കോടി രൂപയാണ്. അടുത്ത വർഷത്തേക്കും ഇതിനുള്ള വകയിരുത്തൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു. ആലിൻ ഷോറിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി എത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. അവയവദാനത്തിൽ പൊതുചരിത്രമെഴുതിയ ആലിൻ ഷോറിൻ എബ്രഹാമിന്റെ വീട് മുഖ്യമന്ത്രി സന്ദർശിച്ചു. ആലിന്റെ കുടുംബാംഗങ്ങളോട് സംസാരിച്ച് മുഖ്യമന്ത്രി തന്റെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. വേർപാടിന്റെ വേദനയിലും അവയവദാനത്തിന്റെ മഹത്തായ സന്ദേശം നൽകിയ ആലിന്റെ മാതാപിതാക്കളെ മുഖ്യമന്ത്രി വിജയം പ്രശംസിച്ചു. ആലിന്റെ വേർപാടിൽ ദുഃഖിതരായ കുടുംബത്തിനൊപ്പം കേരളമൊട്ടാകെ ഉണ്ടെന്ന സന്ദേശം കൂടിയായി മുഖ്യമന്ത്രിയുടെ സന്ദർശനം. ആരോഗ്യമന്ത്രി വീണ ജോർജ്, CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ആലിന്റെ വീട്ടിലെത്തിയിരുന്നു. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെ ഷെറിൻ ആൻഡ് ജോണിന്റെയും മകളാണ് ആലിൻ. അമ്മ ഷെറിൻ ആൻഡ് ജോണിനും മറ്റു ബന്ധുക്കൾക്കുമൊപ്പം ആലിൻ സഞ്ചരിച്ച കാർ കഴിഞ്ഞ 5-നാണ് MC റോഡിൽ പള്ളം ബോർമ കവല ജംഗ്ഷന് സമീപം എതിർദിശയിലെത്തിയ കാറുമായി കൂട്ടിയിടിച്ചത്. ഗുരുതരമായ പരിക്കേറ്റ കുഞ്ഞിനെ ചങ്ങനാശ്ശേരിയിൽ, തിരുവല്ലയിലും ആശുപത്രികളിലും പിന്നീട് ഫെബ്രുവരി 7 കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരണത്തിന് തോൽപ്പിക്കാനാവാത്ത സ്നേഹ സാന്നിധ്യമായാണ് ആലിന്റെ മടക്കം. വേർപാടിന്റെ വേദനയിലും 5 കുരുന്നുകൾക്ക് പൊതുജീവനേകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ആലിന്റെ കുടുംബം. കേരളത്തിന്റെ അവയവദാന ചരിത്രത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായ അധ്യയനത്തിനാണ് ശനിയാഴ്ച ലോകം സാക്ഷ്യം വഹിച്ചത്. മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസക്കാരി ആലിൻ സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായപ്പോൾ ആലിന്റെ കരൾ സ്വീകരിച്ച 6 മാസക്കാരി ദ്രിയ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വീകർത്താവായി മാറി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. ഇന്നലെ രാത്രി കടലാർ എസ്റ്റേറ്റ് വേസ്റ്റ് ഡിവിഷന് സമീപമാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ നിന്നും കറുപ്പസ്വാമി എന്ന വ്യക്തി തലനാരികയ്ക്ക് രക്ഷപ്പെട്ടത്. കറുപ്പസ്വാമിയുടെ ഓട്ടോ ആന ആക്രമിച്ചു. ഇന്നലെ വിനോദസഞ്ചാരികളുടെ കാറും ബസും ആന ആക്രമിച്ചിരുന്നു. തുടർച്ചയായി 3-ാം ദിവസമാണ് പടയപ്പയുടെ ആക്രമണം മൂന്നാറിൽ ഉണ്ടാകുന്നത്. നേരത്തെ ആന ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നില്ല. എന്നാൽ 2 ദിവസമായി വാഹനങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയാണ്. കടലാർ എസ്റ്റേറ്റിൽ ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകവെയാണ് കറുപ്പസ്വാമി ആക്രമിച്ചത്. തുടർച്ചയായ ആക്രമണത്തിൽ ജനങ്ങളും ആശങ്കയിലാണ്. മൂന്നാറിൽ നിന്നും മറയൂരിലേക്ക് പോയ കാർ പടയപ്പ കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്ന കാർ പൂർണ്ണമായും തകർത്തു. മറ്റൊരു ബസിന് നേരെയും ആക്രമണമുണ്ടായി. മൂന്നാർ മറയൂർ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാത്രികാലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അധികൃതർ വ്യക്തമാക്കി. നേരത്തെ ഡിസംബർ 31-നും പടയപ്പ ആക്രമണം നടത്തിയിരുന്നു. നിരവധി കടകൾ അടിച്ചു തകർക്കുകയും പച്ചക്കറികൾ കഴിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മാട്ടുപ്പെട്ടിയിലായിരുന്നു സംഭവം. മാട്ടുപ്പെട്ടിയിൽ ഇറങ്ങി 2 വഴിയോര കടകൾ തകർത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പച്ചക്കറികൾ തിന്നുകയായിരുന്നു. നവംബറിൽ വഴിയോര കട തകർത്ത് ചോളവും പൈനാപ്പിളും തിന്നു. കൊച്ചു ധനുഷ്കോടി ദേശീയപാതയിൽ പേട്ട ദേവികുളത്താണ് അന്ന് ആന ഇറങ്ങിയത്. ചിന്നുബാബുവിന്റെ സുഹൃത്തിന്റെ മരണം സൈബർ ആക്രമണത്തിൽ മനോവിഷമത്തിലായെന്ന സൂചന. കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നുബാബു രേഷ്മ 25 പിന്നാലെ ആൺ സുഹൃത്ത് സന്ദേശ് 29 ജീവനൊടുക്കിയത് കടുത്ത മാനസിക സമ്മർദ്ദമെന്നും കുറ്റബോധവും കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കൂടിലൂർ മഞ്ഞപ്പടിയിലെ സന്ദേശിനെ ഞായർ പകൽ 2:30-യോടെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സന്ദേശിന്റേത് തൂങ്ങി മരണം തന്നെയാണെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ചിന്നുബാബുവിന്റെ മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെയായിരുന്നു സുഹൃത്തിന്റെയും ആത്മഹത്യ. 2 പേരുടെ ആത്മഹത്യകളിലും പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ ഉണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ആസാദ് നഗറിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ സന്ദേശിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. സൈബർ ആക്രമണത്തെ തുടർന്ന് സന്ദേശ് മനോവിഷമത്തിലായിരുന്നു എന്നാണ് സൂചന. അന്വേഷണത്തിന്റെ ഭാഗമായി സുഹൃത്തായ സന്ദേശിനെ കാസർഗോഡ് ടൗൺ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. പോലീസ് ജോലി ചെയ്യുന്ന ആളാണ് സന്ദേശ്. മഞ്ഞപ്പാടിയിലെ നാരായണ നായിക്കിന്റെയും സരോജിനിയുടെയും മകനാണ്. സഹോദരി ഗൗതമി. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ചിന്നു ബാബുവിൻ ജീവനൊടുക്കിയത് എന്തിനെന്ന് ഇനിയും വ്യക്തമല്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യർ. കോൺഗ്രസിന്റെ എക്കാലത്തെയും മോശം സംഘടനാകാര്യ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ എന്നാണ് വിമർശനം. അയാൾ ഒരു റൗഡിയാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലൊരാൾ ഇന്ത്യൻ കസേരയിലാണ് വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി ഇരുത്തിയിരിക്കുന്നതെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു. സമീപകാലത്തായി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് മണിശങ്കർ ഉന്നയിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ പല നടപടികളെയും ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് MP ശശി തരൂർ മോദിയുടെ മന്ത്രിയാകാനാണ് ശ്രമിക്കുന്നതെന്ന് മണിശങ്കർ വ്യക്തമാക്കിയിരുന്നു.
തരൂർ ഏറ്റവും വലിയ കരിയറിസ്റ്റാണ്. UPA സർക്കാരിന്റെ മന്ത്രിയായിരുന്ന തരൂർ ഇപ്പോൾ മോദിയെ പുകഴ്ത്തുന്നു. ശശി തരൂരിനോടുള്ള ദീക്ഷിതയില്ലാതെ ഒരു നേതാവിനെ കണ്ടിട്ടില്ല. കോൺഗ്രസ് സർക്കാർ വിദേശകാര്യമന്ത്രിയായതിനാൽ മോദി സർക്കാർ വിദേശകാര്യമന്ത്രിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മണിശങ്കർ പറഞ്ഞു. അതേസമയം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രകീർത്തിച്ചു. രാജീവ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു കോൺഗ്രസുകാരനായിരിക്കുമ്പോൾ കേരളത്തിൽ UDF വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു ഗാന്ധിയൻ കൂടിയായതിനാൽ എനിക്ക് സത്യം പറഞ്ഞേ മതിയാകൂ. കേരളത്തിൽ LDF ഭരണത്തിൽ തുടരും. പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകും, മന്ത്രി മണിശങ്കർ അയ്യർ പറഞ്ഞു. ദുരന്ത നിവാരണ പദ്ധതികൾ വർഷം തോറും പുതുക്കണം. പ്രൊഫസർ S. ശ്രീകുമാർ. കേരളം അഭിമുഖീകരിക്കുന്ന തീവ്ര കാലാവസ്ഥാ വ്യതിയാനം അതിജീവിക്കാനും പൊരുത്തപ്പെടാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും വർഷം തോറും ദുരന്ത നിവാരണ പദ്ധതികൾ പുതുക്കണമെന്നും കില പ്രൊഫസർ S. ശ്രീകുമാർ. സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുരന്ത നിവാരണവും പ്രാദേശിക ഭരണകൂടങ്ങളും തയ്യാറെടുപ്പിലൂടെ പ്രതിരോധ ശേഷിയിലേക്ക് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലെ ഹാപ്പിനെസ് ഫെസ്റ്റ് വേദിയിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാദേശികമായി കൈക്കൊള്ളേണ്ട ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ മിഥില മല്ലിക മോഡറേറ്ററായി. ദുരന്തം ഒരു ആമുഖം എന്ന വിഷയം ഡോക്ടർ മിഥില മല്ലിക അവതരിപ്പിച്ചു. ദുരന്തവേളയിലെ അടിയന്തര പ്രതികരണം എന്ന വിഷയത്തിൽ ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ ക്ലാസ് എടുത്തു. ദുരന്ത നിവാരണം കേരളത്തിൽ എന്ന വിഷയം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റ് S. ഐശ്വര്യ അവതരിപ്പിച്ചു. പ്രാദേശിക കിറ്റ് ആക്ഷൻ പ്ലാൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറ്റ്മോസ്ഫിയറിക് സയൻസ് ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് സംസാരിച്ചു. ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് സെന്റർ സ്റ്റേറ്റ് കൺസൾട്ടന്റ് E. അനക ഉന്നതതല ദുരന്ത നിവാരണ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു. അതിദാരിദ്ര്യം 2.0, ദ്രവമാലിന്യ സംസ്കരണം, പ്രാദേശിക സാമ്പത്തിക വികസനവും പ്രാദേശിക സർക്കാരുകളും തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വരും ദിവസങ്ങളിൽ സെമിനാറുകൾ നടക്കും. ഉയർന്ന താപനില. ഉച്ചയ്ക്ക് 12-3 ജോലി ചെയ്യാൻ പാടില്ല. പകൽ താപനില ക്രമാതീതമായി ഉയർന്നതിനാൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സമയം May 20 വരെ പുനഃക്രമീകരിച്ചുകൊണ്ട് ലേബർ കമ്മീഷൻ ഉത്തരവിട്ടു. പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമവേളയായിരിക്കും. ഇവരുടെ ജോലി സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ളത് സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തി. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും പുനഃക്രമീകരിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് തൊഴിലാളികളെ കൊണ്ട് വെയിലത്തുള്ള ജോലികൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. വിവിധ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജന താൽപര്യം മുൻനിർത്തി 1958 കേരള മിനിമം വേജസ് ചട്ടങ്ങളിലെ ചട്ടം 24-25 വ്യവസ്ഥകൾ പ്രകാരമാണ് ഉത്തരവ്. തൊഴിലിടങ്ങളിൽ പരിശോധനകൾക്ക് സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ടെന്നും നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ ലേബർ ഓഫീസർ G. ജയേഷ് അറിയിച്ചു. ദുരന്ത നിവാരണ പദ്ധതികൾ വർഷം തോറും പുതുക്കണം. പ്രൊഫസർ S. ശ്രീകുമാർ പറഞ്ഞു. വിജയകുമാർ പരിയാരത്തിൻ്റെ കവിതാ സമാഹാരം കോളാഷ് പ്രകാശിതമായി. കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം വിജയകുമാർ പരിയാരത്തിൻ്റെ കവിതാ സമാഹാരം കോളാഷ് പ്രകാശിതമായി. മട്ടന്നൂർ ഗവൺമെൻറ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പോണ്ടിച്ചേരി ഗവൺമെൻറ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സലീല ആലക്കാട്ട്, ചിത്രകാരൻ K. ശശികുമാർ നൽകിയ പുസ്തകം പ്രകാശനം ചെയ്തത്. VN സത്യേന്ദ്രനാഥൻ അധ്യക്ഷത വഹിച്ചു. കരീന്ദ്രൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി. മുനിസിപ്പൽ മുൻ ചെയർമാൻ K. ഭാസ്കരൻ മാസ്റ്റർ, പ്രസാദ് കൂടാളി, KV ജയേന്ദ്രൻ, സുരേഷ് മേറ്റടി, C. മുരളീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അമൽ ലബ്ര തലശ്ശേരി കവിതകളുടെ സംഗീതാവിഷ്കാരവും പ്രേമരാജൻ കാര ആലാപനവും നിർവഹിച്ചു. വിജയകുമാർ പരിയാരത്തിനെ ചടങ്ങിൽ ആദരിച്ചു. PV ശശീന്ദ്രൻ സ്വാഗതവും M. പ്രഭാവതി നന്ദിയും രേഖപ്പെടുത്തി. പായൽ ബുക്സാണ് പ്രസാധകർ. ശാസ്ത്രസാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം, മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി, മട്ടന്നൂർ ജനകീയ പാഠശാല തുടങ്ങിയവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്വരാജ് ട്രോഫി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാനത്ത് 2ാം സ്ഥാനം. 2024-25 വർഷത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് മികച്ച 2ാമത്തെ ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. പൊതുഭരണ മികവ്, ഫണ്ട് വിനിയോഗം, പട്ടികജാതി പട്ടികവർഗ ഘടക പദ്ധതികൾ, വനിതാ ഘടക പദ്ധതി, വയോജന ഘടക പദ്ധതി തുടങ്ങിയവയുടെ നിർവഹണത്തിലെ മികവ്, മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, നൂതന വികസന പ്രൊജക്റ്റുകൾ തുടങ്ങിയവയാണ് അവാർഡിനായി പരിഗണിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി പഞ്ചായത്ത് തല വിവരശേഖരങ്ങൾ രൂപപ്പെടുത്താനായി
നടപ്പിലാക്കിയ കണ്ണൂർ വിവരസഞ്ചിക മുഴുവൻ പഞ്ചായത്തുകളിലെയും സ്ത്രീ പദവി പഠനം, സുരക്ഷാ നിരീക്ഷണത്തിനുള്ള സ്മാർട്ട് ഐ ക്യാമറ സംവിധാനം തുടങ്ങിയവ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചു. ജില്ലാ പഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള വിവിധ ഫാമുകളുടെയും ജില്ലാ ആശുപത്രികളുടെയും പ്രവർത്തന മികവും അവാർഡിന് പരിഗണിച്ചു. 2021-22 വർഷത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2023 കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. കേരളത്തിൻ്റെ മലയോര ഹൈവേയുടെ നിർമ്മാണ മികവ് ലോകത്തിന് മുന്നിലെത്തിക്കാൻ ബോളിവുഡ് താരവും അയൺമാനും ആയ മിലിന്ദ് സോമൻ എത്തുന്നു. ഫെബ്രുവരി 22 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ഇടുക്കിയിലെ ഏലപ്പാറ കാഞ്ചിയാർ മലയോര ഹൈവേയിലാണ് ഹിൽ ഹൈവേ റൺ സംഘടിപ്പിക്കുന്നത്. ഏലപ്പാറ മുതൽ ചപ്പാത്ത് വഴി കാഞ്ചിയാർ ടൗൺ വരെയുള്ള 22 കിലോമീറ്റർ ദൂരത്തിലാണ് മിലിന്ദ് സോമൻ ഓടുന്നത്. കഴിഞ്ഞ വർഷം മുംബൈ ഹൈവേയിൽ നടത്തിയ 450 കിലോമീറ്റർ ഓട്ടത്തിന് ശേഷം മിലിന്ദ് പങ്കെടുക്കുന്ന പ്രധാന ഹൈവേ റൺ ആണിത്. കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഏകദേശം 134.4 കോടി രൂപ ചെലവഴിച്ചാണ് ഇടുക്കിയിലെ മലയോര ഹൈവേ പൂർത്തിയാക്കിയത്. പ്രകൃതി ക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സാങ്കേതികവിദ്യയാണ് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 1332 കിലോമീറ്റർ നീളുന്നതാണ് മലയോര ഹൈവേ. വൈദ്യുതി, ഇൻ്റർനെറ്റ് കേബിളുകൾക്കായി പ്രത്യേക ഡക്കറ്റുകളും ഓരോ 50 കിലോമീറ്ററിലും വിശ്രമ കേന്ദ്രങ്ങളും ഈ പാതയുടെ പ്രത്യേകതയാണ്. മിലിന്ദ് സോമൻ്റെ എന്നാൽ വാ എന്ന ആഹ്വാനം ഇതിനോടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. താരത്തിനൊപ്പം ഓടാൻ താല്പര്യമുള്ളവർക്ക് കിഫ്ബിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് ബോട്ട് 90 72 00 0430 വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കളരി വിളക്ക് തെളിഞ്ഞു. ഏഴരക്കണത്തിൽ ഇനി പൊന്നത്തങ്കം. കേരള ഫോക്ലോർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത്, പാട്ടിൻ ഗോപാൽ സ്മാരക വായനശാല, പുല്ലോട് എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൊന്നത്തങ്കത്തിന് പൊന്നം ഏഴരക്കണത്തിൽ തിരിതെളിഞ്ഞു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംഷീർ ഉദ്ഘാടനം ചെയ്തു.